السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 10 തടുക്കുന്നതാണ്. 10 കാര്യങ്ങളെ 10 സൂറത്തുകൾ തടുക്കുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത്. അതിലൊന്ന് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് അള്ളാഹുവിന്റെ കോപത്തെ തടുക്കുന്നതാണ്. 2 സൂറത്ത് യാസീൻ, അന്ത്യനാളിലെ അതികഠിനമായ ദാഹത്തെ യാസീൻ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു താല ക്ഷമിപ്പിക്കുന്നതാണ്. സൂറത്ത് ദുഖാൻ, അന്ത്യനാളിലുള്ള ഭയാനകമായ അവസ്ഥാന്തരങ്ങളിൽ നിന്നും അള്ളാഹു സൂറത്ത് ദുഖാൻ ഓതുന്നവർക്ക് കാവൽ നൽകുന്നതാണ്. സൂറത്തുൽ വാക്കിഅ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രാരാബ്ധങ്ങൾ മാറുന്നതിനും സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും സൂറത്തുൽ വാക്കിഅ പതിവാക്കുന്നവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുന്നതാണ്. സൂറത്തുൽ മുൽക്ക്, ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു തആല തടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 30 ആയത്തുള്ള ഒരു സൂറ വിശുദ്ധമായ ഖുർആനിലുണ്ട്. അത് പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്നുള്ള എല്ലാവിധ ഭയാനകമായ ശിക്ഷകളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവർക്ക് എതിരാളികളിൽ നിന്നുള്ള സംരക്ഷണം, അയാളുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുകയും എതിരാളികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ എല്ലാവിധ സുരക്ഷിതമായ നിലയിലും അള്ളാഹു അവരെ സഹായിക്കുകയും എതിരാളികളെ ഉത്തരം മുട്ടിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൂറത്തുൽ കാഫിറൂൻ പതിവാക്കുന്നവർക്ക് മരണഘട്ടത്തിൽ ഈമാൻ തെറ്റുന്നതിനെ തൊട്ട് തടയുന്നതാണ്. അപ്പോൾ സൂറത്തുൽ കാഫിറൂന, അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ധാരാളം നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ മരണസമയത്ത് പിശാച് പല രൂപത്തിലും ഭാവത്തിലും നമ്മെ സമീപിക്കുകയും അള്ളാഹുവിന്റെ യഥാർത്ഥ മതം അത് കാപട്യമാണെന്നും മറ്റുള്ള ഏതെങ്കിലും മതം ആ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതാണ് യഥാർത്ഥ മതം എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂന പതിവാക്കുന്നവർക്ക് ഈമാൻ തെറ്റാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം മുഅ്മിനായ നിലയിൽ ഈമാനോടുകൂടി മരണപ്പെടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് കാപട്യത്തെ തടുക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള നിഫാഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും നിഫാഖ് എന്നുള്ളത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗമാണ് മുനാഫിഖ് എന്നുള്ളത്. ഇന്നൽ മുനാഫിഖ ഫിന്നാരി ഫി ദർക്കിൽ അസ്വൽ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ വിശുദ്ധമായ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നികൃഷ്ടമാക്കിയ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭവിക്കപ്പെടാൻ പോകുന്ന വളരെ ബുദ്ധിശൂന്യരും ഭാഗ്യം കെട്ടവരും നിർഭാഗ്യവാന്മാരുമായവരാണ് മുനാഫിക്കുകൾ എന്നുള്ളത്. അവരുടെ തൊള്ളയിൽ ഈമാനും പള്ളയിൽ കുഫറും ആണ്. നാവ് കൊണ്ട് വിശ്വാസം പറയുകയും ഹൃദയത്തിൽ ആരാലും കാണാത്ത നിലയിൽ കാപട്യത്തെ നിഫാക്കിനെ മൂടി വച്ചിരിക്കുകയും ചെയ്യുന്ന മറ്റൊരു യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ മുഅ്മിനീങ്ങളോടൊപ്പം മുഅ്മിനായി നടിക്കുകയും മുഅ്മിനായി പെരുമാറുകയും മുഅ്മിനീങ്ങളുടെ അഭാവത്തിൽ അവർ പറയും നിങ്ങളോടൊപ്പമാണ് നമ്മളെന്ന് മറ്റുള്ള ശത്രുക്കളോട് പറയുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫലഖ്, അസൂയക്കാരുടെ എല്ലാവിധ അസൂയകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സൗന്ദര്യത്തിൽ, ആരോഗ്യത്തിൽ, മറ്റുള്ള ദുനിയവിയായ അനുഗ്രഹത്തിൽ, അലങ്കാരത്തിൽ നമ്മോട് തീർത്താൽ തീരാത്ത അസൂയയുള്ളവരാണ് നമ്മുടെ കൂട്ടുകാരിലും കുടുംബക്കാരിലും അയൽവാസികളിലും മറ്റുള്ളവരാലും ഒക്കെ ഏറ്റവും കൂടുതലും നമ്മോട് അസൂയയുള്ളവരാണ്. പക്ഷേ ആ അസൂയ അവർ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അസൂയ വളരെ വലിയ തെറ്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്, അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറു ഖതബ, അഗ്നി വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി,
അള്ളാഹുവാകുന്ന നാം അവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിങ്ങൾ അസൂയാലുക്കളാവുകയാണോ? ആ അനുഗ്രഹങ്ങൾ നശിച്ചു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അവർക്ക് അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാജാതിരാജനായ ഞാൻ ആയിരിക്കെ ആ വസ്തുത മനസ്സിലാക്കിയെങ്കിലും നിങ്ങൾ അവരോട് അസൂയ പൂണ്ടവരാവുകയാണോ? അങ്ങനെ അസൂയ വെക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുന്നാസ് വസ്വാസിനെ തടയുന്നതാണ്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വസ്വാസ്. പല സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ള അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ചിലപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ വസ്വാസ് ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹാബത്തെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള വികലമായ തൗഹീദിനെതിരായ ചിന്തകൾ വരുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്കറിയാമല്ലോ അള്ളാഹു ഏകനാണെന്നും അള്ളാഹു പരിശുദ്ധനാണെന്നും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്നും അതിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടതെന്നും വളരെ വ്യക്തമായ വസ്തുനിഷ്ഠമായ നിലയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, അതെ, ആ വിശ്വാസമുണ്ട്, എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ വരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, പരിഭവിക്കേണ്ടതില്ല. വിശ്വാസമുള്ള വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് മാത്രമേ പിശാച് ഇത്തരത്തിലുള്ള ചിന്തകൾ കടത്തി വിട്ടുകൊണ്ട് അവനെ ആ വിശ്വാസധാരയിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താറുള്ളൂ. നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായത് കൊണ്ടാണ് അത്തരത്തിലുള്ള വസ്വാസുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. പക്ഷെ ആ വരുന്ന ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുകയും നിങ്ങൾ പിന്നെ ആ ചിന്തയിലേക്ക് പോകാതിരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ വളരെ പ്രോജ്വലമായ നിലയിൽ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞ 10 സൂറത്തുകൾ, അതിന്റെ മഹത്വങ്ങൾ, 10 കാര്യങ്ങളെ തടയുന്നതാണ്. ഈ പറയപ്പെട്ട 10 സൂറത്തുകൾ നിത്യജീവിതത്തിൽ നാം പതിവാക്കിയാൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ മഹത്തരമാണ്. അള്ളാഹു നമുക്കിത് പാരായണം ചെയ്യുവാനും പതിവാക്കുവാനും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.